والضحى والليل إذا سجى ما ودعك ربك وما قلى. ഓ നബിയെ, നിങ്ങളോട് നിങ്ങളുടെ റബ്ബ് പിണങ്ങിയിട്ടില്ല നബിയെ. നിങ്ങളുടെ റബ്ബ് നിങ്ങളെ മറന്നിട്ടുമില്ല, കൈവഴിഞ്ഞിട്ടുമില്ല നബിയെ. ഒരു ഇൻഷാ അല്ലാഹ് എന്നൊരു വാക്ക് വിട്ടുപോയതിന്റെ പേരിൽ അതിന്റെ ഗൗരവം ഉമ്മത്തീങ്ങളാകുന്ന നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരാം. ശത്രുക്കൾ വന്നിട്ട് ഒരു കാര്യം ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതായാലും എന്ത് ചോദിച്ചാലും അതിന്റെ മറുപടി ജിബ്രീൽ മുഖേന വഹിയുമായിട്ട് അല്ലാഹു തആല ഹബീബായ ഞങ്ങൾക്ക് അതിന്റെ മറുപടി കൊടുക്കാൻ അത് പ്രതീക്ഷിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ചോദിച്ചതിന്റെ മറുപടി ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞതാണ്. പക്ഷേ ആ പറയുമ്പോ ഇൻഷാ എന്ന് വിട്ടുപോയി. അവിടെ എല്ലാ കാര്യത്തിനും നാം പറയേണ്ട ഒന്നാണ് ഇൻഷാ അല്ലാഹ്. കാരണം നമ്മുടെ കൊണ്ട് സ്വന്തം കഴിവ് കൊണ്ടോ നമ്മുടെ സ്വന്തം കുതിരത്ത് കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. അപ്പോ ഇൻഷാ അല്ലാഹ് എന്നൊരു വാക്ക് ഉപയോഗിക്കേണ്ടതാണ്. റസൂലുള്ളാഹി തങ്ങൾ അത് പറയാൻ വിട്ടുപോയതിന്റെ പേരിൽ മാസക്കാരാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഹബീബായ തങ്ങളുടെ അടുത്ത് വരുന്നത് സ്റ്റോപ്പായി. വഹിയില്ല. ശത്രുക്കൾ കളിയാക്കാൻ തുടങ്ങി, പരിഹസിക്കാൻ തുടങ്ങി. എന്താ മുഹമ്മദെ എന്റെ പടച്ചോന് മതിയാക്കിയ എന്റെ പടച്ചോന് നിന്നോട് ചോദിച്ച ഇപ്പൊ എന്റെ വഹിയില്ലേ? ഇങ്ങനെ പലതും ചോദിച്ചു. അതാണ് പറഞ്ഞത് നബിയെ, ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവും, ദുഃഖം ഉണ്ടാവും. ആളുകളുടെ ഭാഗത്തിൽ നിന്നിട്ട് പല വാക്കുകൾ കേൾക്കേണ്ടി വരും. എല്ലാ സമയവും ഒരുപോലെയല്ല. അതുകൊണ്ട് ആളുകൾ എന്ത് പറഞ്ഞാലും അത് ഉൾക്കൊള്ളാനുള്ള മനസ്സ് നിങ്ങൾക്ക് വേണം നബിയെ. അത് പറഞ്ഞിട്ടാണ് പിന്നെ പറഞ്ഞത് ഓ നബിയെ, നിങ്ങളുടെ പടച്ചോൻ നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് ചൊടിച്ചിട്ടില്ല. മക്കക്കാര് പറയും പോലെ, ശത്രുക്കൾ പറയും പോലെ ഇല്ല നബിയെ, നിങ്ങളോട് ചൊടിച്ചിട്ടില്ല. നിങ്ങളുടെ റബ്ബ് നിങ്ങളെ കൈവെടിഞ്ഞിട്ടുമില്ല എന്ന ഒരു സാന്ത്വനത്തിന്റെ സമാധാനത്തിന്റെ വാക്കാണ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാസങ്ങൾ കഴിഞ്ഞിട്ട് മഹാനായ ജിബ്രീൽ മുഖേന അല്ലാഹു തആല അറിയിച്ചു കൊടുക്കും. ഇവിടെ മഹാന്മാര് പറയുന്നു, ഒരുപാട് സമയം ഒരുപാട് മാസങ്ങൾ ഹബീബായ ഞങ്ങൾക്ക് ഈ വഹി വരാതിരിക്കാനുള്ള കാരണം പരിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഖുർആനെ കുറിച്ച് അല്ലാഹു ഖുർആനിൽ തന്നെ പറഞ്ഞത് ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീല. ഖുർആൻ എന്ന് പറഞ്ഞാൽ വലിയ ഭാരമുള്ള വിഷയമാണ്. നമുക്കിപ്പോ ഓതുമ്പോ അല്ലെങ്കിൽ അത് പറയുമ്പോ ആയത്ത് കേൾക്കുമ്പോ നമുക്കൊരു ഭാരമൊന്നുമില്ല. പക്ഷേ ഖുർആൻ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെ, ആദ്യമായി ഇഖ്റ ബിസ്മി ഇറങ്ങിയപ്പോ റസൂലുള്ളാഹി തങ്ങൾക്ക് അത് താങ്ങാൻ പറ്റിയില്ല. പനി പിടിച്ചിട്ടുണ്ട്, റസൂലുള്ളാഹി തങ്ങൾ വിറച്ചിട്ടുണ്ട്, പനി പിടിച്ചിട്ടുണ്ട്. കാരണം എന്താ? കാരണം അത്രയും വലിയ ഭാരമുള്ള വിഷയമാണ് ഖുർആൻ ഇറങ്ങാന്ന് പറഞ്ഞാൽ വലിയ ഭാരം ഉള്ള വിഷയം. ഇത് സുബൈന്റെ നിസ്കാരത്തിന് ആമോദിയ സുഹൃത്ത് ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്. പരിശുദ്ധമായ ഖുർആനെങ്കിലും, ഖുർആനെ കുറിച്ച് ഖുർആനെ പറയാം, ഈ ഖുർആനെങ്കിലും ഒരു എവറസ്റ്റിന്റെ മുകളിൽ, ഒരു പർവ്വതത്തിന്റെ മുകളിൽ അല്ലാഹു തആല ഇറക്കുമായിരുന്നുവെങ്കിൽ ആ പർവ്വതം പേടിച്ച് വിറച്ച് ആ ഖുർആനിനെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാവുമായിരുന്നു. പർവ്വതത്തെ കുറിച്ച്, പർവ്വതം എത്ര വലുതാണ്, എന്നാൽ
അതേ ഖുർആൻ ഒരു ആയത്ത് മാത്രമല്ല, ഖുർആനിലുള്ള 6666 ആയത്തുകൾ ഇറങ്ങിയത് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖൽബിലേക്കാണ്, അവിടുത്തെ സ്വദരിലേക്കാണ്. അപ്പൊ എത്ര സ്ട്രോങ് ഉള്ള ഹൃദയമാണ്, എത്ര സ്ട്രോങ് ഉണ്ടാവണം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ റെസ്റ്റ് കൊടുത്തതാണ്, ചെറിയൊരു റെസ്റ്റ്. മാസത്തിലൊക്കെ ചെറിയ കുറച്ച് മാസങ്ങൾ അതിനുള്ള ചെറിയൊരു റെസ്റ്റ് കൊടുത്തു. കാരണം ഈ ഭാരം റസൂലുള്ളാഹി തങ്ങളുടെ ഹൃദയം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, അത് വിശാലമാക്കി കൊടുത്തതാണ്. ഉടനെ മൂസാ നബി അലൈഹിസ്സലാം എന്ന് പറഞ്ഞാൽ പല ഗജപോക്രിയാണ്, തിരിയാവിനെ നേരിട്ട ആളുണ്ട്, ചില്ലറക്കാരനൊന്നുമല്ല, ഭയങ്കര സ്ട്രോങ് വേണം. പക്ഷെ ആ മൂസാ നബി അലൈഹിസ്സലാം പോലും പടച്ചോനെ റബ്ബി അരിനി അൻദുറുഇലൈക്, പടച്ചോനെ നിന്നോടക്ക് എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞപ്പോ അന്ന് പറഞ്ഞു തറാനി, എന്നെ കാണാൻ പറ്റൂല മൂസ, കാണാൻ പറ്റൂല. മൂസാ നബി അലൈഹിസ്സലാം പിന്നെ പറഞ്ഞു നല്ല പടച്ചോനെ എന്നെ കണ്ടേ പറ്റൂ. എന്നാൽ അന്ന് പറഞ്ഞു തുരുസിന പർവ്വതത്തിന്റെ ഭാഗത്തിലേക്ക് നോക്കിയാൽ മതി, എന്റെ ശരീരത്തിലുള്ള വെളിച്ചത്തിന്റെ കോടിയിലൊരു ഭാഗം. മുഫസ്സിറുകൾ പറഞ്ഞവരാണ്, പടച്ചറപ്പിന്റെ റാത്തിന്റെ ആ നൂറിന്റെ കോടിയിലൊരു ഭാഗം തുർസിന പർവ്വതത്തിന്റെ ഭാഗത്തിലേക്ക് അല്ലാഹു തആല കാണിച്ചു മൂസാ നബി അലൈഹിസ്സലാമിനെ കാണാൻ വേണ്ടിട്ട് ഒന്ന് അയച്ചു കൊടുത്തു. സംഭവിച്ചു, കണ്ടപ്പോ സംഭവിച്ചു. ഖുർആൻ പറഞ്ഞു ഖറ മൂസ സ്വൈഖ, മൂസാ നബി അലൈഹിസ്സലാം ബോധം കെട്ടു വീണുന്നാണ്. എന്നാലോ നമ്മുടെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിന്റെ രാത്രി ആകാശത്തിൽ യാത്ര ചെയ്തു. എന്നിട്ട് പറഞ്ഞ ഖാബ ഖൗസൈനി ഔ അദ്നാ, അല്ലെ വില്ലും അമ്പും എങ്ങനെയാണോ തൊട്ടു നിൽക്കുന്നത് അതിനേക്കാൾ അടുത്ത രൂപത്തിൽ അള്ളാഹുവിന്റെ അടുത്ത് പോയി സംഭാഷണം ചെയ്ത് മുനാജാത്ത് ചെയ്ത് തിരിച്ചു വന്ന നേതാവാണ് റസൂലുള്ളാഹി. ഇതിൽ അത്ര അടുത്തു പോയപ്പോ പോലും ബോധം കേട്ടോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഇല്ല. എന്തേ കാരണം? അള്ളാഹുവിന്റെ റസൂലിന്റെ ഹൃദയത്തിന്റെ പക്വത അങ്ങനെയാണ്. റസൂലുള്ളാഹി അങ്ങനെ അത്രയും വിശാലതയുള്ള നമുക്ക് റസൂലുള്ളാഹി തങ്ങൾക്ക് എത്ര ഭാര്യമാരുണ്ട്? ഇപ്പൊ 9 ഭാര്യമാർ, 9 ഭാര്യമാർ മാത്രമല്ല 14ഓളം ഭാര്യമാരുണ്ടായിരുന്നു റസൂലുള്ളാഹി. നമുക്ക് ഒരു ഭാര്യനെ സഹിക്കാൻ കഴിഞ്ഞില്ല. ചൊടി വരുന്നത്, ദേഷ്യം വരുന്നത്, അല്ലെ വാക്ക് കേൾക്കുമ്പോ റസൂലുള്ളാഹി ഞങ്ങൾ ഇത്തരം ഭാര്യമാരെ നിയന്ത്രിച്ചത് മാത്രമായിരുന്നു. അതിന്റെ ഇടയ്ക്ക് എത്ര അടിമകൾ നോക്കണം, അതിന്റെ ഇടയ്ക്ക് എത്ര യുദ്ധം ചെയ്തു, എത്ര യുദ്ധത്തിൽ പങ്കെടുത്തു, അതിനിടയ്ക്ക് സ്വഹാബത്തിന്റെ കാര്യങ്ങളും പരിഹരിച്ചു കൊടുക്കണം, അതിന്റെ ഇടയ്ക്ക് മറ്റുള്ള ഭരണകാര്യങ്ങളൊക്കെ നോക്കണം. ഇതൊക്കെയും നോക്കിയിട്ട് അവിടുത്തെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു സമയത്ത് ആരോടെങ്കിലും അനാവശ്യമായി ദേഷ്യപ്പെട്ടതുണ്ടോ? അതല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയം എല്ലാത്തിനും പക്വത കൊണ്ട് അല്ലാഹു തആല സംവിധാനം ചെയ്ത ഹൃദയമായിരുന്നു സയ്യിദുനാ വ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരോടും ജാഹിലിയ്യ കാലഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന സ്വഹാബത്ത്, അവരിൽ പലരുടെയും സ്വഭാവം ജാഹിലിയ്യത്തിന്റെ സ്വഭാവമാണ്. എന്നാലും അവരോട് റസൂലുള്ളാഹി തങ്ങൾ ദേഷ്യപ്പെട്ടില്ല, ചൊടിച്ചില്ല, അവരെ വെറുത്തില്ല. എന്റെ കാരണം ആ രൂപത്തിലായിരുന്നു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു സംവിധാനിച്ചു. അതുകൊണ്ട് മഹാന്മാർ പറഞ്ഞു, ഇല്ല നബിയേ, നിങ്ങളോട് ചൊടിച്ചിട്ടില്ല, നിങ്ങൾ അന്ന് കൈവെടിഞ്ഞിട്ടില്ല, പിന്നെ നിങ്ങൾക്ക് കുറച്ച് റെസ്റ്റ് തന്നതാണ്. കാരണം അത്രയും ഭാരമുള്ള ഖുർആൻ എപ്പോഴും നിങ്ങളുടെ ഖൽബിലേക്ക് ഇങ്ങനെ അവതരിപ്പിക്കുമ്പോ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാവണ്ട എന്ന് പറഞ്ഞിട്ട് ചെറിയ രൂപത്തിലുള്ള ഒരു രക്ഷത തന്നതാണെന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ അതിന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞത് കാണാം. ഇതാവട്ടെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനസ്സിലാക്കേണ്ട, പഠിക്കേണ്ട, ഉൾക്കൊള്ളേണ്ട ഒരു നേതാവാണ് എന്നതാണ് ഇതൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അല്ലാഹു നമുക്ക് ആ ഹബീബിനെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അവിടുത്തെ സ്വഭാവങ്ങൾ, അവിടുത്തെ ചര്യകൾ, അവിടുത്തെ സുന്നത്തുകൾ ജീവിതത്തിൽ ധാരാളമായി മരണം വരെ മുറുകെ പിടിച്ച് ജീവിക്കാനും
പ്രാവർത്തികമാക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അർഹമർ റഹീമായ അല്ലാഹ് ഹബീബിന്റെ മദഹുകൾ പറഞ്ഞ ഈ സദസ്സിന്റെ ഹുർമത്തുകൊണ്ട് ഈ സദസ്സിലുള്ളവരുടെ ഞങ്ങളുമായി വസിയത്ത് ചെയ്തവരുടെ എല്ലാവിധ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കി തരണേ അല്ലാഹ്. ഒരുപാട് ശാരീരികമായ പ്രശ്നങ്ങൾ, മാനസികമായ പ്രശ്നങ്ങൾ, സാമ്പത്തികമായ അടങ്ങേറുകൾ, അങ്ങനെ പലതും യാ അല്ലാഹ് ഞങ്ങളും പറയപ്പെട്ട പലരും അനുഭവിക്കുകയാണ്. എല്ലാത്തിനും നീ പരിഹാരം നൽകണേ അല്ലാഹ്. സമാധാനമുള്ള, സന്തോഷമുള്ള, റാഹത്തുള്ള ജീവിതം അല്ലാഹുവേ, ഒരുപാട് കാലം നല്ല സന്തോഷത്തോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് നീ അവസരം നൽകണേ റബ്ബേ. ഒരുപാട് ആളുകൾ പലവിധ രോഗങ്ങളെ കൊണ്ട് തളർന്നു പോയവരാണ്. ക്യാൻസർ രോഗികൾ, ഡയാലിസിസ് ചെയ്യപ്പെടുന്ന രോഗികൾ, ഹൃദയ സംബന്ധമായ രോഗമുള്ള ആളുകൾ, അതുപോലെ ഞരമ്പ് സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർ, മുട്ടുവേദന ഉണ്ട്, നടുവേദന ഉണ്ട്, ഊരവേദന ഉണ്ട്, ശരീരത്തിന്റെ പല ഭാഗങ്ങൾ വേദന കൊണ്ട് പടയുന്ന എത്രയോ രോഗികൾ. ഷാഫിയായ അല്ലാഹ്, നിന്റെ പരിശുദ്ധ ഖുർആനിന്റെ കറാമത്ത് കൊണ്ട് എല്ലാ രോഗങ്ങൾക്കും നീ പരിപൂർണ ശിഫാഅ നൽകണേ അല്ലാഹ്, ശിഫാഅ നൽകണേ അല്ലാഹ്. റബ്ബേ, നമുക്ക് തന്ന ആഫിയത്ത് അത് മരണം വരെ നീ നിലനിർത്തി തരണേ റഹ്മാനെ. അല്ലാഹ്, നല്ല റാഹത്തോടെ നിനക്ക് വേണ്ടി മരിക്കുന്ന ദിവസം വരെ നിസ്കരിക്കാനുള്ള കഴിവ് നൽകണേ അല്ലാഹ്. നമ്മുടെ ഓരോ നിസ്കാരങ്ങളും നിന്റെ അടുത്ത് സ്വീകാര്യതയുള്ള നിസ്കാരങ്ങളാക്കി മാറ്റണേ അല്ലാഹ്. പടച്ചോനെ, യാ അല്ലാഹ്, ഗൾഫിലും മറ്റും അധ്വാനിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. പല നാടുകളിൽ, പല രാജ്യങ്ങളിൽ കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. ആഫിയത്തും ദീർഘായുസ്സും എല്ലാ രൂപത്തിലുള്ള സന്തോഷങ്ങളും അവർക്ക് നീ നൽകണേ അല്ലാഹ്. നമുക്ക് നീ നൽകണേ റബ്ബേ. അല്ലാഹ്, കടലിൽ പോയി അധ്വാനിക്കുന്ന ആളുകൾക്ക് ഖൈറിന്റെ വഴികൾ നീ തുറന്നു കൊടുക്കണേ അല്ലാഹ്. നാട്ടിലും പല രൂപത്തിലുള്ള ജോലി ചെയ്യുന്നവർ, കച്ചവടം ചെയ്യുന്നവർ, പല മേഖലകളിൽ മഈശത്തിന്റെ വഴികളിൽ ബന്ധപ്പെടുന്ന ആളുകൾ, എല്ലാവരുടെ ചിന്തയിലും പ്രവർത്തനങ്ങളിലും ചെയ്യുന്ന ജോലിയിലൊക്കെയും വലിയ ബറക്കത്ത് നൽകണേ അല്ലാഹ്. മരിച്ചുപോയ നമ്മുടെ എല്ലാ കുടുംബാംഗങ്ങളുടെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ മആനികൽ അനാം ഖദ് തബദ്ദത്ഹാ ഇരീനാ أنت لرسلي ختام أنت للمولى شكور يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم